ധനകാര്യം, പൊതുമരാമത്ത് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ധനകാര്യം, പൊതുമരാമത്ത് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ പരാജയമാണെന്നും വികസന പ്രവർത്തികൾ സ്തംഭനത്തിലാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ കരാറുകാർ മാറിയിരിക്കുകയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപ, ഞങ്ങളുടെ കണക്ക് 16,000 കോടി രൂപയാണ് കരാറുകാർക്ക് സർക്കാർ കൊടുക്കാനുള്ളത്. 16,000. അത് PWDയുടെ ഉണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ലോക്കൽ ചെറിയ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട്, ജലജീവൻ മിഷന്റെ ഉണ്ട്, കിഫ്ബിയുടെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വർക്കിന് ഇപ്പൊ സത്യത്തിൽ ഒരു വർക്ക് കിട്ടിയാൽ ആ വർക്ക് എടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. എല്ലാവരും, എല്ലാ കരാറുകാരും, ചെറിയ കരാറുകാരെന്നോ വലിയ കരാറുകാരെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ഏറ്റവും കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. വലിയ ബാധ്യതകളാണ്. വലിയ പലിശയ്ക്ക് ബാങ്കുകളിൽ നിന്ന് പണമെടുത്ത് ബാങ്കുകളിലെ ജപ്തി നടപടി ഭീഷണി നേരിടുന്നവർ, അല്ലാതെ സ്വകാര്യ ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ച് ഭീമമായ പലിശ കൊടുത്ത് സർക്കാരിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ധാരാളം. എല്ലാ ദിവസവുമെങ്കിലും ഒരാളെയെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കരാറുകാരനെ കാണാത്ത ദിവസം. സത്യത്തിൽ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. സർക്കാർ ഇത് എന്ന് കൊടുക്കും? ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കരാറുകാരുടെ കാര്യം പറയും, അതിന് മറുപടിയില്ല ധനകാര്യമന്ത്രി. എന്ന് പണം കൊടുക്കാൻ പറ്റുമെന്നറിയുന്നു. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊടുക്കേണ്ട, കേരള സർക്കാർ കൊടുക്കേണ്ട വലിയ തുകയാണ്. എനിക്ക് തോന്നുന്നു 3,400 കോടിയോളം രൂപയാണ് കൊടുക്കാൻ വേണ്ടിയുള്ളത്. പൊതുമരാമത്ത് വകുപ്പിന്റെ വലിയ അരിയസ് വലിയ തോതിൽ വന്നിരിക്കുകയാണ് പലതരത്തിൽ. തിരുവനന്തപുരം പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസ് പടിക്കൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നിയമസഭാ മന്ദിരത്തിന് സമീപത്തായി പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുൻമന്ത്രി മോൻസ് ജോസഫ്, റോജി എം ജോൺ MLA, സംസ്ഥാന ഭാരവാഹികളായ സണ്ണി ചെന്നിക്കര, സജി മാത്യു, അസോസിയേഷൻ പത്തനാപുരം താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ, പത്തനാപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് MS അജിത് പ്രസാദ് ജയൻ, താലൂക്ക് സെക്രട്ടറി ജോസഫ്, ട്രഷറർ ജോസ് ഡാനിയേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.